ഈ ലോകത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, അതിൻ്റെ ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് ഒരു ഡിസർവിംഗ് ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തും പറയും, എന്തും ചെയ്യും. അവര് രാഷ്ട്രത്തിന് വേണ്ടി ഏത് ലെവലിൽ വരും നുണ പറയാൻ അവർ തയ്യാറാണ്. പക്ഷെ രാഹുൽ ഗാന്ധി വന്ന ശേഷം ആ പാർട്ടിയിൽ ഒരു കാഴ്ചപ്പാടുമില്ല. ജനങ്ങൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഒരു കാഴ്ചപ്പാടോ, നാടിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയേ, നല്ല കാര്യങ്ങൾ ചെയ്യേ ഒന്നും ചെയ്യാത്തൊരു പാർട്ടിയായിട്ടാണ് ആ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിന്റെ നുണ രാഷ്ട്രീയത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഉദാഹരണമാണ് തെലങ്കാനയിൽ അവരുടെ വാഗ്ദാനവും ഇന്ന് ആ വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് സർക്കാർ. ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം ചെയ്യുന്നത്. ഒരു സമുദായത്തിന്റെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടാക്കാൻ ഒരു പ്രചരണം നടത്തിയ കാര്യമായിരുന്നു FCRA ബിൽ ആന്റി ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു നടത്തുന്ന കോൺഗ്രസ് പാർട്ടി. അപ്പൊ CPM കോൺഗ്രസ് തമ്മിലൊരു ഡീലുണ്ട്, അതിൽ ആർക്കും ഒരു സംശയമില്ല. അതൊരു ഡീലുണ്ട്. ആ ഡീലിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. നമസ്കാരം. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ദിരാ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടി പ്രോഗ്രാം വ്യാജ ഗ്യാരണ്ടിയാണ് എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത്. അതുകൂടാതെ CPM BJP ഡീൽ വട്ടപൂജ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും നിരവധി ചോദ്യങ്ങളാണ് ഈ ഒരു വിഷയങ്ങളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ നുണ രാഷ്ട്രീയത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ഒരു തവണയല്ല, എത്രയോ തവണ പറഞ്ഞാണ്, ഈ ലോകത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, അതിൻ്റെ ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് ഒരു ഡിസർവിംഗ് ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തും പറയും, എന്തും ചെയ്യും. അവര് രാഷ്ട്രത്തിന് വേണ്ടി ഏത് ലെവലിൽ വരും നുണ പറയാൻ അവർ തയ്യാറാണ്. 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് ഉദാഹരണമായിട്ട് മുമ്പോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി പണ്ട് കാലത്ത് ഒരു നാഷണൽ പാർട്ടിയായിരുന്നു, ഏറ്റവും പഴയ പാർട്ടിയായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ, ലാൽ ബഹാദൂർ ശാസ്ത്രി, കരുണാകരൻജി, ഉമ്മൻചാണ്ടി ഇവരെല്ലാം ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നു. പക്ഷെ രാഹുൽ ഗാന്ധി വന്ന ശേഷം ആ പാർട്ടിയിൽ ഒരു കാഴ്ചപ്പാടുമില്ല. ജനങ്ങൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഒരു കാഴ്ചപ്പാടോ, നാടിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയേ, നല്ല കാര്യങ്ങൾ ചെയ്യേ ഒന്നും ചെയ്യാത്തൊരു പാർട്ടിയായിട്ടാണ് ആ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നത്. ഈ ഇലക്ഷനിൽ ഞങ്ങൾ ആദ്യം മുതൽ ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ നടത്തുന്നു. നാടിനെ കുറിച്ചും, നാടിൻ്റെ ഭാവിയെ കുറിച്ചും, നാട്ടുകാരുടെ ഭാവിയെ കുറിച്ചും ഒരു വികസിത കേരളം ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്നു. പക്ഷേ കഴിഞ്ഞ എത്രയോ മാസം നിങ്ങൾ കോൺഗ്രസ് പാർട്ടിൻ്റെ ക്യാമ്പയിന് പരിശോധിച്ചാൽ അവർ ഒന്നും നാടിന് വേണ്ടിയോ, നാട്ടിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാരുടെ ജീവിതത്തിൽ വേണ്ടി ഒരു വ്യത്യാസം കൊണ്ടുവരാനോ, ഒരു വികസനം കൊണ്ടുവരാനോ, ഒരു പുതിയ ഐഡിയയോ ഒന്നും മുമ്പോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ ചെയ്യുന്നത് എല്ലാ ദിവസം അല്ലെങ്കിൽ എല്ലാ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ഓരോരോ നുണകൾ മുമ്പോട്ട് വയ്ക്കുക. ആ നുണേൻ്റെ ഒരു ഉദാഹരണം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. അവരുടെ ഗ്യാരണ്ടീസ്. ഈ ഗ്യാരണ്ടി ഇന്ദിരാഗാന്ധിൻ്റെ പേരിലാണ് അവർ ഗ്യാരണ്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ദിരാഗാന്ധി ഒരു മുതിർന്ന നേതാവായിരുന്നു, ഇന്ത്യൻ്റെ ഒരു നല്ല ലീഡറായിരുന്നു. പക്ഷേ ഇവർ വ്യാജ ഗ്യാരണ്ടീൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി. അതെന്തുകൊണ്ടാണ് വ്യാജ ഗ്യാരണ്ടി? ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ കിഷൻ റെഡ്ഡിജി, നമ്മുടെ തെലങ്കാനയുടെ മുതിർന്ന BJP ലീഡറാണ്,
ഇതേ ഗ്യാരണ്ടി മുമ്പോട്ട് വെച്ചിട്ടാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ലഭിച്ചതും അവർക്ക് നേടിയതും. അവിടെ എന്താണ് ഈ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് വോട്ട് നേടിയ കോൺഗ്രസ് പാർട്ടീൻ്റെ പെർഫോമൻസ് എന്താണ്, എന്ത് ചെയ്തു എന്ത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്നൊന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർഷകർക്ക് 15,000 രൂപ പെർ ഏക്കർ ആയിരുന്നു അവരുടെ വാഗ്ദാനം. 75 ലക്ഷം കർഷകർക്ക് ഇത് അവർ വാഗ്ദാനം കൊടുത്തതായിരുന്നു. എത്രയോ ക്രോപ്പിംഗ് സീസൺ കഴിഞ്ഞിട്ടും ഇന്നും ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വാഗ്ദാനം 10 ക്രോപ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും, 500 രൂപ ബോണസ് പെർ ക്വിൻ്റൽ നെല്ലിന് കൊടുക്കും എന്നൊരു രണ്ടാമത്തെ വാഗ്ദാനമായിരുന്നു കോൺഗ്രസ് പാർട്ടി തെലങ്കാനയിൽ ഇലക്ഷൻ കൊടുത്തത്. അതും ഇന്ന് നടപ്പിലാക്കിയിട്ടില്ല ഇന്നുവരെ. കർഷക ലോൺ വേവർ മൂന്നാമത്തെ വാഗ്ദാനം. 40 ലക്ഷം കർഷകർക്ക് ഈ ഒരു ലോൺ വേവർ തരും എന്നാണ് കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനം. അതും ഇന്ന് ചെയ്തിട്ടില്ല. സർക്കാർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കാശില്ല. ഏത് സർക്കാർ? കോൺഗ്രസ് സർക്കാർ. സ്ത്രീകൾക്ക് 2,500 രൂപ പെർ മന്ത് എല്ലാ മാസവും, 10 ഗ്രാം സ്വർണം, 1 ലക്ഷം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ BPL ഫാമിലീസ്. 1 കോടി മഹിളകൾക്ക് ഇതൊരു വാഗ്ദാനമായിരുന്നു. ഒരു ഒറ്റ മഹിളയ്ക്ക് അത് കിട്ടിയിട്ടില്ല. സ്റ്റുഡൻസ് 5 ലക്ഷം അസിസ്റ്റൻസ് കിട്ടും, 2 ലക്ഷം ഗവൺമെൻറ് ജോബ് കിട്ടും, ആദ്യത്തെ കൊല്ലത്തിൽ കിട്ടും എന്ന് വാഗ്ദാനം കൊടുത്ത കോൺഗ്രസ് പാർട്ടി ഒരു നയാ പൈസയും ഒരു ചുക്കും ഒരു തൊഴിലും കൊടുത്തിട്ടില്ല. സീനിയർ സിറ്റിസൻസും വിഡോസ് അവർക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു 2,000 രൂപ പെൻഷൻ 2,000 നിന്ന് 4,000 ആക്കും. ഡിസബിലിറ്റീസ് ഉള്ള സാധാരണക്കാർക്ക് ഒരു 6,000 രൂപയുടെ പെൻഷൻസ്. ഇന്നും അത് ആർക്കും കിട്ടുന്നില്ല. കുറെ ആരോഗ്യ മേഖലയിലും വീടിന് വേണ്ടിയിട്ടും ഇലക്ട്രിസിറ്റി റിലീഫിന് വാഗ്ദാനം കൊടുത്തത് അതൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. തെലങ്കാനയുടെ സ്ഥിതി ഇന്ന് വളരെ മോശമാണ്. അവരുടെ കടം 10 ലക്ഷം കോടിയിൽ കൂടുതലായിരിക്കുന്ന സ്ഥിതിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടീൻ്റെ നുണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഉദാഹരണമാണ് തെലങ്കാനയിൽ അവരുടെ വാഗ്ദാനവും ഇന്ന് ആ വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് സർക്കാർ. ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് പിണറായി വിജയനോട് പറയാണ്, പോ മോനെ. ഇതിപ്പോൾ ഒരു പാർട്ടി വാക്ക് പാലിക്കാത്ത ഒരു പാർട്ടി മറ്റേ വാക്ക് പാലിക്കാത്ത പാർട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കുമ്പോൾ എന്ത് സ്ഥിതിയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊരു ഉദാഹരണമായിട്ട് അവരുടെ നുണരാഷ്ട്രീയത്തിൻ്റെ. രണ്ടാമത്തത് FCRA. എല്ലാവർക്കും അറിയാം, അത് അമിത്ഷാജിയും പറഞ്ഞിട്ടുണ്ട്. ഹോം മിനിസ്റ്റർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ മൈനോറിറ്റീസ് അഫയേഴ്സ് മിനിസ്റ്റർ ഇവിടെ വന്ന് സംസാരിച്ചു. പച്ചക്കള്ളമായിരുന്നു, അത് നുണയായിരുന്നു. ഒരു സമുദായത്തിനെ പേടിപ്പിക്കാനും ഒരു സമുദായത്തിൻ്റെ മനസ്സിലൊരു ആശങ്ക ഉണ്ടാക്കാൻ ഒരു പ്രചരണം നടത്തിയ കാര്യമായിരുന്നു. FCRA ബിൽ ആൻറ്റി ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടി അതിനെയും പൊളിച്ചു. മൂന്നാമത്തെ ഒരു നുണ, ഇത് ഉദാഹരണം ഞാൻ പറയാണ്, ഡീൽ. ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായ DK ശിവകുമാറാണ്. അതിനൊപ്പം
മറ്റൊരു ലാൻഡ് ഗ്രാബിംഗ് കർണാടക ലീഡർ മല്ലികാർജുൻ ഖർഗെ. ഇവരാണ് ഇവിടെ കേരളത്തിൽ വന്ന് ഡീലിന്റെ ഉപദേശം തരുന്നത്. അപ്പോൾ അവരൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം. BJPന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിജി വരുന്നു, അമിത്ഷാജി വരുന്നു, നിർമ്മല സീതാരാമൻ വരുന്നു, നഡ്ഡാജി വരുന്നു. കോൺഗ്രസ് കൊണ്ടുവരുന്നത് DK ശിവകുമാർ, ഖർഗെ, രേവന്ത് റെഡ്ഡി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ അതിൻ്റെ മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഈ ഡീലിനെ കുറിച്ച് അവർ നന്നായി പ്രചരണം ചെയ്യാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ഈ ഡീലിൻ്റെ പിന്നിൽ എന്താണ്, ആരാണ് ഇവിടെ ശരിക്കും ഡീൽ ചെയ്യുന്നത്, അത് ഞാനിന്ന് കൃത്യമായി ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. തെളിവുണ്ട്, ഇതിലൊരു ഡൗട്ടും ഒരു സംശയവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. CPM കോൺഗ്രസ് തമ്മിൽ ഡീലുണ്ടോ? ഇല്ലേ? ഉണ്ട്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിൽ ഡീലുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് CPM കോൺഗ്രസ് ആണ്. അപ്പോൾ അവിടെ ഒരു ഡീലുണ്ട്. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ ഡീലില്ലേ? ഡീലുണ്ട്. ഈ കോൺഗ്രസ് CPMന്റെ ഡീലിനെ കുറിച്ച് മറ്റൊരു തെളിവ്, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPMന്റെ എതിരെ എന്തെങ്കിലും ചെയ്തോ പറഞ്ഞോ? ശബരിമല കൊള്ള, ശബരിമല 2018 ദ്രോഹം, വിദ്യാഭ്യാസ മേഖല അതിൻ്റെ വീഴ്ച, ആരോഗ്യ മേഖലയിൽ വീഴ്ച, ഇവിടെ നടന്ന അഴിമതി, അതിനെക്കുറിച്ച് 10 കൊല്ലം കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ ഡീലിൻ്റെ ഒരു തെളിവല്ലേ? അപ്പോൾ CPM കോൺഗ്രസ് തമ്മിലൊരു ഡീലുണ്ട്, അതിൽ ആർക്കും ഒരു സംശയമില്ല, അതൊരു ഡീലുണ്ട്. ആ ഡീലിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. കോൺഗ്രസും ജമാഅത്ത് തമ്മിൽ ഡീലുണ്ടെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു. പിന്നെ ചോദിക്കേണ്ടത്, കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഏതെങ്കിലും കാലത്ത് ഒരു കോൺഗ്രസ് സർക്കാർ ഇവിടെ വന്നാൽ, UDF സർക്കാർ വന്നാൽ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ. അത് അവരുടെ കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ? അവർ തീരുമാനിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തിന്റെ തമ്മിൽ എന്താണ് ഡീൽ? മുസ്ലിം ലീഗ് ജമാഅത്തും SDPI തമ്മിൽ എന്താണ് ഡീൽ? ഡീലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഡീൽ എന്താണെന്ന് മുസ്ലിം ലീഗ് പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. അപ്പോൾ ഇത് മൂന്നാമത്തെ ഒരു നുണ, ഡീൽ. CPM BJP തമ്മിൽ ഡീലിന്റെ സാധ്യത ഒരു മൊട്ട പൂജ്യമാണ്, 0 ആണ്. കാരണം CPMനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് കേരളത്തിൽ. CPMന്റെ അഴിമതി, CPMന്റെ ശബരിമല കൊള്ള, CPMന്റെ എക്സാലോജിക് സ്കാം, ഓരോരോ സ്കാമിന്റെ പിന്നിൽ BJP NDA ആണ്. അവരുടെ അഴിമതിയും അവരുടെ ദുർഭരണവും അവരുടെ കുറ്റകരമായ അനാസ്ഥയും അവരെ തോൽപ്പിക്കുന്നത് BJP ആണ്. കോർപ്പറേഷൻ അവരെ തോൽപ്പിച്ചിട്ടാണ് BJP ജയിച്ചത്. അപ്പോൾ ഈ നുണ പ്രചരിപ്പിച്ച് അവരുടെ ഡീലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം, അത് തെലങ്കാനയിൽ നടക്കും, അത് കേരളത്തിൽ നടക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ വോട്ട് ചെയ്യുന്നത് മലയാളിയാണ്. തെലങ്കാനയിൽ നടക്കുന്ന തന്ത്രവും തെലങ്കാനയിൽ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും ഇവിടെ നടക്കില്ല. അത് ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു.
പിന്നെ നാലാമത്തെ ഒരു നുണൻ്റെ ഒരു ഉദാഹരണം, രാഹുൽ ഗാന്ധി ഈ നുണേൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്ററാണ്, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇന്നലെ ആസാം ചീഫ് മിനിസ്റ്ററിൻ്റെ എതിരെ കോൺഗ്രസ് പാർട്ടി AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പ്രസ് വാർത്ത, ഇതെല്ലാം മാധ്യമ സുഹൃത്തൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഡെഫമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കറക്റ്റ്, അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്ന കാര്യമാണ്, ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം. ബട്ട് ഒരു ഡോക്യുമെന്റിനെ ഫോൾസിഫൈ ചെയ്ത് ആരുടെ ഒരു പാസ്പോർട്ടിൽ ഒരു മുഖ്യമന്ത്രിൻ്റെ വൈഫിൻ്റെ ഫോട്ടോ വെച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ നുണ രാഷ്ട്രീയത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കോൺഗ്രസ് പോകുന്നു. അവരുടെ ഡെസ്പറേഷൻ, അവരുടെ പേടി, അവരുടെ ഭയം ഈ ലെവലിൽ വരെ എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല നാടിനെക്കുറിച്ച്, നാടിൻ്റെ ഭാവിയെക്കുറിച്ച്, നാട്ടുകാരുടെ ഭാവിയെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഈ നുണ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളെ ഇരകളാക്കുക. അപ്പോൾ ഞാൻ അവസാനം ജനങ്ങളോട് ഡയറക്റ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പാർട്ടിൻ്റെ രാഷ്ട്രീയം എല്ലാവരും കണ്ട് മനസ്സിലാക്കി സഹിച്ചതാണ്. ആരും ഏത് സമുദായമാണെങ്കിലും അവർ ഏത് സമുദായത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഏത് സമുദായമാണെങ്കിലും ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ അവരുടെ ഇരകളാവാൻ പാടില്ല, ഈ നുണ രാഷ്ട്രീയത്തിൻ്റെ ഇരകളാവാൻ പാടില്ല. നിങ്ങൾ സമ്മതിക്കരുത്. സത്യം ജയിക്കണം. ഈ നുണ രാഷ്ട്രീയത്തിന് നമ്മൾ ഈ ഇലക്ഷനിൽ പൊളിക്കണം, വൺസ് ആൻഡ് ഫോർ ഓൾ പൊളിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടി ആണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.